ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നിങ്ങൾ തമ്പനയിൽ കണ്ടതുപോലെയുള്ള വീഡിയോ തന്നെയാണ് ഇത്. അല്ലാണ്ട് തമ്പനയിൽ ഇട്ടിട്ട് നിങ്ങളെ വേറെന്തെങ്കിലും പറഞ്ഞ് പറ്റിക്കാൻ വേണ്ടിയിട്ടല്ല ഈ വീഡിയോ ഇട്ടിരിക്കുന്നത്. ഈ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ സ്വന്തം അനുഭവവും അതുപോലെ തന്നെ ഞാൻ ട്രിവാൻഡ്രം മുതൽ തൃശ്ശൂർ വരെ യാത്ര ചെയ്യുന്ന ഒരാളാണ്. പ്രൊഫഷൻ ഉണ്ടായതുകൊണ്ട് തന്നെയാണ് അങ്ങനെ യാത്ര ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരുപാട് സ്ത്രീകളെ ഞാൻ കാണാറുണ്ട്, കണ്ടുമുട്ടാറുണ്ട്. പല സ്ത്രീകളും എന്നോട് അനുഭവങ്ങൾ പങ്കുവയ്ക്കാറുണ്ട്. അതിൽ നിന്നും ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ്. ഇഷ്ടം പോലെ അനുഭവങ്ങളും നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനുണ്ട്. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അനുഭവം കൂടിയാണ് ഞാൻ പറയുന്നത് കേട്ടോ. അല്ലാണ്ട് വല്ലവരിൽ നിന്ന് ഒരു കേട്ട് കേൾവി മാത്രമല്ല, എനിക്ക് നേരിട്ടുള്ള പല തരത്തിലുള്ള അനുഭവങ്ങളുണ്ട്. അപ്പോൾ അതൊന്നൊന്നായിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുകയാണ്. കാരണം അറിയേണ്ട ആൾക്കാരുണ്ട്, അറിയണം. കാരണം നമ്മൾ സമൂഹത്തിലെന്ന് പറയുന്നത് ഒരു മാന്യമായിട്ടുള്ള പ്രൊഫൈൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. മാന്യമായിട്ടുള്ള പ്രൊഫൈൽ, അവരെക്കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ആ പറയുന്ന ആൾക്കാരാണ് മോശക്കാർ. അങ്ങനെ ആർക്കെങ്കിലുമൊക്കെ ഇപ്പം എൻ്റെ ഈ വീഡിയോ ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് ആർക്കെങ്കിലുമൊക്കെ ഇങ്ങനെയുള്ള സംശയം തോന്നാം ശരിയാണല്ലോ എന്ന്. കാരണം മാന്യമായൊരു പ്രൊഫൈൽ സൊസൈറ്റിയിലാക്കി കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് എന്ത് വേണമെങ്കിലും ആവാം. ഒരിക്കലും ആരും അറിയുന്നില്ല, ആരും വിശ്വസിക്കില്ല ആ വ്യക്തിയെക്കുറിച്ച് പറയാൻ. കാരണം ആ വ്യക്തിയെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ആ പറയുന്ന ആൾക്കാർ മോശക്കാരും വൃത്തികെട്ടവരും അല്ലെങ്കിൽ താന്തോന്നികളും അല്ലെങ്കിൽ മോശമായി നടക്കുന്നവരും വ്യഭിചാരികളും എല്ലാം ഉറപ്പാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആരും അധികം പറയാൻ തുനിയാറില്ല. എന്തെങ്കിലും കിട്ടിയ ആ ചൂഷണം കൊണ്ട് പതുക്കെ, അല്ലെങ്കിൽ എന്തെങ്കിലും അനുഭവങ്ങളുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ അല്ലെങ്കിൽ പല പ്രാവശ്യം അനുഭവം കേട്ടിട്ട് മതി, ഇനി വേണ്ട എന്ന് വിചാരിച്ചിട്ട് ഏതെങ്കിലും മൂലയിൽ പോയിരിക്കുന്ന ആൾക്കാരാണ് നമ്മുടെ സമൂഹത്തിൽ കുറേ പാവപ്പെട്ട സ്ത്രീകൾ, കുറേ ഒന്നും ചെയ്യാൻ കഴിയാത്ത നിസ്സഹാരായ കുറേ സ്ത്രീകൾ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞു വരുന്നതെന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ കാട്ടിലൊക്കെ ഇപ്പോൾ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ കൂടെയൊക്കെ കൊണ്ടുവയ്ക്കുമല്ലോ വന്യമൃഗങ്ങളെ പിടിക്കാൻ. അപ്പോൾ അവിടെ എന്താ ചെയ്യാം? എന്തെങ്കിലും ഒരു മാംസ കഷ്ണം കൊണ്ടുവയ്ക്കും. മാംസത്തിൻ്റെ മണം കണ്ടോ, അല്ലെങ്കിൽ കേട്ടോ, അല്ലെങ്കിൽ മണം കേട്ടോ, അല്ലെങ്കിൽ അത് കണ്ടോ, മാംസ കഷ്ണം കണ്ടോ, ഏതെങ്കിലും പുലിയോ കടുവയോ, ജനങ്ങളെ ദ്രോഹിക്കാൻ വരുന്ന കടുവയോ പുലിയോ സിംഹമോ ഒക്കെ ആ കൂട്ടിനകത്തേക്ക് കയറാം. അപ്പോൾ ഈ മാംസം കാണുമ്പോൾ അവരുടെ കണ്ണുകളിൽ പ്രത്യേക ഒരു വന്യമായ തിളക്കം ഉണ്ടാകുമെന്നാണ് ഞാൻ പലയിടത്തും വായിച്ച് കേട്ട അറിവാണ് കേട്ടോ. ആ ഒരു വന്യമായ തിളക്കവും, കാരണം അവരുടെ വിശപ്പ് ശമിക്കാൻ പോകും. അപ്പോൾ അവർ അതുകൊണ്ട് അപ്പുറത്തും ഇപ്പുറത്തുമുള്ള എന്തിനാണ് ഈ മാംസം ഇവിടെ എങ്ങനെയാണ് വന്നത്, ഈ പർട്ടിക്കുലർ പ്ലേസിൽ എങ്ങനെയാണ് ഈ മാംസം വരുന്നത്, ആരാണിത്, അത് എങ്ങനെ വന്നു എന്ന് ചിന്തിക്കാനുള്ള ഒരു വിവേകം ആ സമയത്ത് ഉണ്ടാവില്ല. കാരണം അവർക്ക് വികാരമായിരിക്കും, ഇമോഷനായിരിക്കും. ഒന്നിൽ അവരുടെ കാര്യം നടക്കണം, അവരുടെ വിശപ്പ് മാറണം. അതിന് വേണ്ടിയിട്ട് അവരാ ചെന്ന് ആ കെണിയിൽ അകപ്പെട്ടു പോകും. അതാണ് സാധാരണ നടക്കുന്നത്. അതുപോലെ തന്നെയാണ് നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു ആവശ്യം, നമുക്കൊരു കാര്യം സാധിക്കണം, നമുക്കൊരു ജോലി വേണം, നമുക്കൊരു ജോലി വേണം. ഇപ്പോട്ടെ, ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഞാൻ അഡ്വക്കേറ്റാണ്, പ്രൊഫഷണലി ഞാനൊരു അഡ്വക്കേറ്റാണ്. അപ്പോൾ ഞാൻ അതുപോലെ തന്നെ മൂവീസൊക്കെ ചെയ്യുന്ന ഒരാളുമാണ്. ചെറിയ കാര്യങ്ങളൊക്കെ റോൾസൊക്കെ ചെയ്യുന്ന ഒരാളാണ്. വെബ് സീരീസ് ഡോക്യുമെൻ്ററി ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു തിയേറ്റർ ആർട്ടിസ്റ്റ് കൂടിയാണ്. അപ്പം നമ്മൾ ഏതെങ്കിലും ഒരു മൂവിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വെബ് സീരീസോ സീരിയലോ ഒക്കെ നമ്മൾ സീരിയൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ ഒരു ഉദാഹരണം പറയുകയാണ്. അപ്പോൾ അങ്ങനെ ഏതെങ്കിലും ഒരു സ്ത്രീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ സ്ത്രീ ആഗ്രഹിച്ച ആ ആഗ്രഹത്തിന് വേണ്ടിയിട്ട് ചിലപ്പോൾ നമുക്ക് ഇന്ന ആളിനെ പോയി കണ്ടാൽ, അല്ലെങ്കിൽ ഇന്ന ആൾക്കാരെ പോയി കണ്ടു കഴിഞ്ഞാൽ നടക്കും എന്ന് വിചാരിക്കും. അപ്പോൾ നമ്മൾ ആ ആളിനെ കുറിച്ചൊന്ന് പ്രൊഫൈൽ അന്വേഷിക്കുമ്പം ഒരു 60 above വയസ്സൊക്കെ ഉണ്ട്. കുഴപ്പമില്ല, 60 വയസ്സിന് മേളിലുണ്ടല്ലോ, ഈ പ്രശ്നമില്ല, നമുക്കൊരു അങ്കിളിനെ പോലെ, മീൻസ് ഒരു അച്ഛന് തുല്യനാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഈ സ്ത്രീകൾ എന്നെ പോലെ വിചാരിക്കുന്ന സ്ത്രീകൾ അങ്ങോട്ടേക്ക് ചെല്ലും. അപ്പോൾ അതൊരു ചെല്ലുമ്പോൾ അവിടെ വളരെ റെസ്പെക്റ്റബിൾ ആയിട്ടുള്ള എവിടെയാണ് വീട്, എന്താണ് സംഭവം, എല്ലാം റെസ്പെക്റ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങളും സംസാരങ്ങളൊക്കെയാണ്. പക്ഷെ 1-2 തവണ ചെന്ന് കഴിഞ്ഞിട്ട് പിന്നെ അപ്പം 1-2 ചെയ്യുമ്പോൾ നമ്മൾ 1-2 പ്രാവശ്യമൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് നമുക്കൊരു ഏകദേശ പരിചയമൊക്കെ ആവും. അതായത് നമ്മൾ 3ാമത്തെ തവണ ചെല്ലുമ്പോൾ നമ്മുടെ വിഷമങ്ങൾ നമ്മൾ പറയും. അല്ല, 3ാമത്തെ തവണ നമ്മൾ വിളിക്കും, സർ ഒന്ന് കാണട്ടെ, അല്ലെങ്കിൽ അങ്കിൾ ഒന്ന് കാണട്ടെ, അല്ലെങ്കിൽ ആരാ ചേട്ടാന്ന് വെച്ചാൽ നമ്മളൊന്ന് കാണുമായിരുന്നു. വരും. അപ്പോൾ പറയും ഇന്ന സമയം വരും. ഓക്കെ, അപ്പം നമ്മൾ വിചാരിക്കും ആ സമയമായിരിക്കും ഫ്രീ. നമ്മൾ ഭയങ്കരമായിട്ട് വളരെ ഇതായിട്ട് നമ്മൾ അവിടെ ചെല്ലുന്ന സമയത്ത് അവിടെ ആരും ഉണ്ടാവില്ല. നമ്മളെ വെയിറ്റ് ചെയ്ത് ആ ഒരു 60 വയസ്സ് കഴിഞ്ഞാൽ ആ അമ്മാവൻ അവിടെ ഉണ്ടാവും, അല്ലെങ്കിൽ അങ്കിൾ ഉണ്ടാവും, അല്ലെങ്കിൽ ചേട്ടനുണ്ടാവും. എന്താണ് നിങ്ങൾ വിളിക്കുന്നത് വെച്ചാൽ ആ വ്യക്തി അവിടെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ആരും ഇല്ലല്ലോ. അപ്പോൾ നമ്മുടെ സങ്കടവും വിഷമങ്ങളൊക്കെ പറയും. അപ്പം നമ്മൾ ചിലപ്പം മുൻകൂട്ടി പറയും, കുറച്ച് സങ്കടമൊക്കെ പറയണം, എനിക്ക് കുറച്ച് വിഷമങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയുമ്പോൾ ഓക്കെ ഇന്ന സമയത്ത് വന്നോളൂ, നമ്മൾ ആരുമില്ല എല്ലാം പറഞ്ഞോളാൻ പറയും. അത് നമ്മളിങ്ങനെ നമ്മുടെ സങ്കടങ്ങൾ പറയുമ്പോൾ നമ്മളെ സ്വാന്തനിപ്പിക്കും.
നമ്മളെ സ്വാന്തനിപ്പിക്കും. ചിലപ്പോൾ നമ്മൾ അടുത്തോട്ട് വരും, അല്ലെങ്കിൽ അടുത്തേക്ക് വരും എന്ന് പറയാം, അല്ലെങ്കിൽ നമ്മൾ അടുത്തോട്ട് വരും, പെട്ടെന്ന് നമ്മളൊന്ന് കെട്ടിപ്പിടിക്കും, നമ്മളെ തോളയിൽ തട്ടും. അപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് നമുക്ക് നമ്മുടെ ഒരു പാരൻസ് ചെയ്യുന്നത് പോലെയാണ് നമുക്ക് അപ്പോൾ ഫീൽ ചെയ്യുക. അപ്പോൾ നമ്മൾ ഓക്കെ എന്ന് പറയും. പക്ഷേ ഈ 60 വയസ്സ് കഴിഞ്ഞ് ഈ അമ്മാവൻ അല്ലെങ്കിൽ അങ്കിൾ അല്ലെങ്കിൽ അപ്പൂപ്പൻ അല്ലെങ്കിൽ അച്ഛൻ ആരാണെന്ന് വെച്ചാൽ, കൊച്ചുകുട്ടികളാണെങ്കിൽ ഒരു അപ്പൂപ്പൻ 20 വയസ്സുള്ള ഒരു കുഞ്ഞുമോളാണെങ്കിൽ അവൾക്ക് ഒരപ്പൂപ്പനാവാനുള്ള പ്രായമുണ്ട്. അപ്പോൾ ആ വ്യക്തി നമ്മളെ അപ്പം നമ്മളെക്കുറിച്ച് അദ്ദേഹം പഠിച്ചു, നമ്മളുടെ ഇമോഷൻ പഠിച്ചു, നമ്മുടെ സങ്കടങ്ങൾ പഠിച്ചു, അതിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യാം, നമ്മളെന്തെങ്കിലുമൊക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യാമെന്ന് പറയും. 2 ദിവസം കഴിഞ്ഞ് വരൂ, എന്നെ ഒന്ന് വിളിക്കൂ, ഞാൻ പറയാം എന്നൊക്കെ പറയും. അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ അവിടെ ചെല്ലാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വന്നിട്ട് 1-2 ദിവസം ആ പിടിക്കലിൻ്റെ ശക്തിയൊക്കെ ഒന്ന് കൂടി, അല്ലെങ്കിൽ ഷേക്കാനിൻ്റെ ശക്തി കൂടി, പിന്നെ ആവശ്യങ്ങൾ മാറും. സ്ത്രീ മാംസത്തോടുള്ള ആർത്തി അവിടെ വർക്കൗട്ടായി തുടങ്ങും. ചിലപ്പോൾ നമ്മൾ അറിയാതെ അതിൽ വീണു പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം നമ്മൾ ഒരിക്കലും അൺഎക്സ്പെക്റ്റഡ് ആയിരിക്കും എല്ലാ സ്ത്രീകളും. ചില ആൾക്കാർ ചോദിക്കും, സ്ത്രീകൾ എന്തിനാണ് നിന്നു കൊടുക്കുന്നത് എന്ന് ചോദിക്കാറുണ്ട്. ചിലപ്പോൾ 4-5 തവണ, അല്ലെങ്കിൽ ഒരു 3-4 ഒന്നിലധികം തവണ ഇങ്ങനെയൊക്കെയുള്ള ഒരു അവസരത്തിൽ, ചിലപ്പോൾ ആദ്യത്തെ തവണ ഇത് നിന്നു കൊടുത്ത ഒരു സ്ത്രീ ഏതെങ്കിലും ഒരു കാരണവശാൽ നിന്നുപോയി, അവളെ കാര്യം സാധിക്കും, അവൾക്കൊരു ജോലി കിട്ടും, അല്ലെങ്കിൽ അവൾക്കൊരു സിനിമയിൽ അവസരം കിട്ടും, അല്ലെങ്കിൽ അവൾക്ക് വേറെ എന്തിനെങ്കിലും അവസരം കിട്ടും, അവൾക്ക് അല്ലെങ്കിൽ അവളുടെ പ്രശ്നങ്ങൾ തീർക്കാനുള്ള ഒരു സൊല്യൂഷൻ ഉണ്ടാവും എന്ന് വിചാരിച്ച് ഇങ്ങനെ ഒരു അൺഎക്സ്പെക്റ്റഡ് സംഭവം നടക്കുമ്പോൾ ചിലപ്പോൾ അവൾക്ക് അവിടെ പ്രതികരിക്കാനുള്ള ഒരു അവസരം ചിലപ്പോൾ ഉണ്ടായിന്ന് വരില്ല, പ്രതികരിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. അപ്പം അവൾ ചിലപ്പോൾ അവിടെ കീഴ്പ്പെട്ടിരിക്കാം. ഞാനത് ഒരു സൈക്കോളജി പഠിച്ച ഒരാളായതുകൊണ്ടാണ് കൂടുതലും ഞാൻ ഈ ഒരു കാര്യങ്ങൾ പറയുന്നത്. പ്രൊഫഷണലി ഞാൻ എഡ്യൂക്കേറ്റ് ആയതുകൊണ്ട് ഒരുപാട് സ്ത്രീകളുമായിട്ടും ഞാൻ സംസാരിക്കാറുണ്ട്. അപ്പോൾ പിന്നെ എൻ്റെ പേഴ്സണലായിട്ട് എനിക്കിങ്ങനെയുള്ള അനുഭവങ്ങൾ വന്നിട്ടുണ്ട്, ഇല്ലയെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അനുഭവങ്ങൾ എൻ്റെ അടുത്ത്, എൻ്റെ പ്രൊഫഷൻ കേട്ടിട്ട് പോലും എന്നോട് പോലും ആവശ്യപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പം നമുക്ക് താല്പര്യമില്ല, ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ് എന്ന് പറഞ്ഞ് നമുക്ക് ഒഴിയാൻ പറ്റും. കാരണം നമ്മളിത് ഇഷ്ടംപോലെ അനുഭവങ്ങളുണ്ട്. നമുക്ക് ഇഷ്ടമാണെങ്കിൽ നമുക്ക് കൂടെ പോവാം, വെച്ചോളൂ. നമുക്ക് ഇഷ്ടമാണ് ഒരാളെ എനിക്കിഷ്ടമാണ്, എനിക്ക് അയാളെ കൂടെ പോവാം. എനിക്കിഷ്ടമില്ലെങ്കിൽ എനിക്കിഷ്ടമില്ല, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് അപ്പോൾ എന്താവും പിന്നീട് അപ്പം വഴങ്ങി കൊടുക്കേണ്ടില്ല. അപ്പം വിചാരിക്കും ആ വ്യക്തി, അപ്പോൾ അവൾ വിചാരിക്കും, ഞാൻ പുള്ളിയുടെ ആഗ്രഹത്തിന് സാധിച്ചു കൊടുത്തു, ആഗ്രഹത്തിന് നിന്ന് കൊടുത്തു, ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാണ്, ഇനിയിപ്പോൾ എന്തായാലും വെള്ളത്തിൽ വീണു പോയല്ലോ, ഇനിയിപ്പോൾ എന്തായാലും കാര്യം സാധിക്കുമായിരിക്കും. പിന്നീട് ആ വ്യക്തി കണ്ടിന്യൂസ് ആയിട്ട് വിളിക്കും. ഒരു സ്ത്രീക്കുണ്ടായ ഒരു അനുഭവമാണ് കേട്ടോ. അപ്പം വീണ്ടും വിളിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ വീണ്ടും വിളിച്ചുകൊണ്ടിരുന്ന മോള് എന്തായി എന്നൊക്കെ ചോദിക്കും, സുഖമാണോ എന്നൊക്കെ ചോദിക്കും. അപ്പം ഒരു ആഴ്ച കഴിയുമ്പോഴത്തേക്ക് കഴിഞ്ഞ ആഴ്ചത്തെ ഹാങ് ഓവർ ഇട്ട് കഴിയുമ്പം നീ ഇവിടെ വരവാ എന്ന് പറയും, അല്ലെങ്കിൽ മോൾ ഇവിടം വരവാ, അല്ലെങ്കിൽ എന്താ പേര് വിളിക്കുന്നത് വെച്ചാൽ ഇവിടം വരവാ എന്ന് പറയും. അപ്പോൾ വീണ്ടും അവൾ ചെല്ലുമായിരിക്കും. അവൾ വിചാരിക്കും കഴിഞ്ഞ ആഴ്ച ഇയാൾക്കെല്ലാം കൊടുത്തതാണല്ലോ, ഇയാളെൻ്റെ ശരീരം ഭക്ഷിച്ചതാണ് എന്നേ എനിക്ക് പറയാൻ പറ്റൂ. ഇത് മാംസഭോജികളാണ് ഇങ്ങനെയുള്ള ആൾക്കാർ. എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ 60 വയസ്സിന് കഴിഞ്ഞിട്ടുള്ള ഈ ആൾക്കാർ എത്രയോ സ്ത്രീകളെ ഭോഗിച്ചിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള മാംസഭോജികളാണ് ഈ ആൾക്കാർ. അപ്പോൾ ഈ മാംസം ഭോജിച്ച് കഴിഞ്ഞല്ലോ, ഇനി എന്തോന്ന്, ഒരു പ്രാവശ്യം ഭോജിച്ച് കഴിഞ്ഞാൽ അവിടെ കഴിഞ്ഞല്ലോ എന്ന് വിചാരിച്ച് വീണ്ടും ചെല്ലും. വീണ്ടും അവൾ ആ ഒരു അവസ്ഥയിൽ തന്നെ അവിടെ ആവും. അവൾക്ക് ആദ്യത്തെ തവണ അവൾ വഴങ്ങിപ്പോയി, രണ്ടാമത്തെ തവണ അവൾക്ക് വഴങ്ങാതെ അവിടെ വീണ്ടും പോയി എതിരിട്ട് ബഹളം വയ്ക്കാനുള്ള ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല എന്നാണ് എനിക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പിന്നെ അപ്പം വീണ്ടും അത് കഴിഞ്ഞിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു തരാം, മറ്റേതാണ് മറിച്ചതാണ് എന്നൊക്കെ പറയും, എന്നിട്ട് സാന്ത്വനിപ്പിച്ച് വിടും. അങ്ങനെയാണ് ഈ ഒന്നിലധികം തവണ. പിന്നെ ഇത് കേസ് കാര്യങ്ങളൊക്കെ ആവും, റേപ്പായി മറ്റേതായി. ഇപ്പം നിങ്ങൾ ചോദിക്കും 3 തവണയും 2 തവണയും 3 തവണയൊക്കെ അവൾ പോയപ്പോൾ അറിഞ്ഞില്ലായിരുന്നോ, റേപ്പ് ചെയ്യുമെന്ന് അറിഞ്ഞില്ലായിരുന്നോ, വിവാഹ വാഗ്ദാനം നൽകി പറ്റിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് കേസ് വരില്ലേ. അപ്പം ചോദിക്കും വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പ് അവൾ കൂടെ പോയതെന്തിന് എന്ന് ചോദിക്കാം. അല്ലെങ്കിൽ 1-2 തവണ 5 പ്രാവശ്യം പീഡിപ്പിച്ചു എന്ന് പറയുമ്പോൾ 3 പ്രാവശ്യം പീഡിപ്പിച്ചു എന്ന് പറയുമ്പോൾ അപ്പോൾ ഈ പീഡനത്തിൻ്റെ പിന്നിലെ, അല്ലെങ്കിൽ ഈ മാംസം ഭോഗിച്ചതിൻ്റെ പിന്നിലെ കാര്യം ഇതാണ്. 2-3 തവണ ആവുമ്പോഴത്തേന് പിന്നീടാണ് ഇവർക്ക് മനസ്സിലാവുന്നത് താൻ പറ്റിക്കപ്പെടുന്നു, താൻ വഞ്ചിക്കപ്പെടുകയാണ്. ഇവൻ ഇതുപോലെ തന്നെ ഈ മനുഷ്യൻ, അല്ലെങ്കിൽ ഈ അപ്പൂപ്പൻ, അല്ലെങ്കിൽ ഈ അങ്കിൾ ഈ ഒരുപാട് സ്ത്രീകളുമായിട്ട് കണക്റ്റഡ് ആണ് എന്ന് മനസ്സിലായി വരുമ്പോഴത്തേക്ക് കുറച്ച് വൈകിപ്പോവും. ഇതാണ് സംഭവിക്കുന്നത്. അപ്പം പക്ഷേ 40 വയസ്സ് വരെയുള്ള ചെറുപ്പക്കാരിൽ ഒരു 90% ആൾക്കാരും മാന്യത പുലർത്തുന്നവരാണ് കേട്ടോ.
വളരെ മാന്യമായിട്ട് വളരെ മാന്യത പുലർത്തുന്നവരാണ്. അവർക്ക് അവരുടെ ഒരു ലവർ ഉണ്ടാവാം, ഒരു ലവർ പോയാൽ അടുത്ത ലവർ, അത്ര തന്നെ. അല്ലാണ്ട് ഈ കണ്ട പിന്നെ ഈ വീഡിയോസും മറ്റേതും മറിച്ചതൊക്കെ ഇരുന്ന് കാണുമായിരിക്കും, അല്ല ആൻറ്റിമാരെയൊക്കെ കാണുമായിരിക്കും. അതൊക്കെ അവരുടെ ഒരു പിന്നെ പ്രായത്തിൻ്റെ ഒരു ഇതാണ്. അല്ലെങ്കിൽ ഭാര്യ, അതിനപ്പുറത്തേക്ക് ഉള്ള റിലേഷൻ ഈ 40 വയസ്സ് വരെയുള്ള ആൾക്കാർക്ക് വളരെ കുറവായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഈ 40 വയസ്സിനും 60 വയസ്സിനും ഇടയ്ക്കുള്ള ആൾക്കാർ ഭയങ്കര രഹസ്യമായിട്ട് ശ്രമിച്ചു നോക്കും, ഭയങ്കരമായിട്ട് ട്രൈ ചെയ്യും, കൊള്ളാം. പക്ഷേ മുന്നോട്ടേക്ക് വരാൻ ഫ്രണ്ടിലേക്ക് വരാൻ ഭയങ്കര പ്രശ്നമാണ്. കാരണം ഫാമിലി ഭയങ്കരമായിട്ട് ആ ബിൽഡപ്പ് ചെയ്യുന്ന ഒരു സമയമാണ് 40 to ഒരു 59 വരെ. കാരണം മക്കൾ വലുതായി തുടങ്ങി, അവരെ വിവാഹം കഴിച്ചേൽപ്പിക്കണം, അവരെ പഠിപ്പിക്കണം, അങ്ങനെയുള്ള കുറേ ഫാമിലി മാറ്റേഴ്സ് വന്ന് ഫ്രണ്ടിൽ നിൽക്കുന്ന സമയത്ത് മറ്റുള്ള കാര്യത്തിന് കൂടുതൽ സമയം ഉണ്ടായില്ല. അതുകൊണ്ടായിരിക്കും ഈ 40 to 59 വരെയുള്ള ആൾക്കാരിൽ കുറച്ചൊന്ന് അറച്ചു നിൽക്കുന്നത്. എന്നാൽ ആഗ്രഹമുണ്ട്, ആവശ്യമുണ്ട്, ആവശ്യക്കാർ ഒരുപാട് പേര് ആവശ്യത്തിന് നമ്മളോട് അപ്രോച്ച് ചെയ്യും. പിന്നെ പക്ഷേ 60 വയസ്സ് കഴിഞ്ഞ ആൾക്കാരിലാണ് ഞാൻ ഒബ്സർവ് ചെയ്തതിൽ കൂടുതലും ഇതേപോലെയുള്ള സ്ത്രീ മാംസത്തോടുള്ള ആർത്തി എനിക്ക് കാണാൻ കഴിഞ്ഞത് കേട്ടോ. സ്ത്രീ മാംസത്തോടുള്ള ആർത്തി ഭയങ്കരമാണ്. അതെന്തുകൊണ്ടാണെന്ന് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്. കാരണം ഞാൻ കുറച്ച് സൈക്കോളജി കാര്യങ്ങളൊക്കെ അറിയാവുന്നതിന് ഞാൻ എപ്പോഴും ആലോചിക്കും എന്തുകൊണ്ടായിരിക്കാം എന്ന്. എനിക്ക് തോന്നുന്നു അവരുടെ ഭാര്യയിൽ നിന്ന് അങ്ങനെയുള്ളൊരു കാര്യങ്ങൾ ഇല്ലാത്തത് കൊണ്ടായിരിക്കാം. ചിലപ്പോൾ അവിടെയൊക്കെ മെനോപോസ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞതുകൊണ്ട് അങ്ങനെയുള്ളത്. പക്ഷേ എന്നാലും അന്യ സ്ത്രീകളെ, പ്രത്യേകിച്ചും കുറച്ചുകൂടി പ്രായം കുറഞ്ഞ സ്ത്രീകളെ കാണുമ്പോൾ ഈ 60 വയസ്സ് കഴിഞ്ഞ ആൾക്കാർക്ക് ഇത്രമാത്രം എന്തുകൊണ്ടാണ് സ്ത്രീ മാംസത്തോട് ഇത്രമാത്രം ആർത്തി വരുന്നത് എന്തുകൊണ്ടാണെന്ന് ഞാൻ പലപ്പോഴും ഒരുപാട് തവണ ചിന്തിച്ചിട്ടുള്ളതാണ്. അപ്പം തുടരും, അടുത്ത വീഡിയോയിൽ ബാക്കിയുള്ളത് പറയാം. ഓക്കെ.